നമുക്കിന്ന് ക്ലേ വെച്ച് ഒരു പ്ലാൻ പോട്ടും കൂടെ നമുക്കൊരു ക്യാൻഡിൽ സ്റ്റാൻഡും ഉണ്ടാക്കാം. അപ്പോൾ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ തുലിപ്സ് ഫ്ലവറില്ലേ, അതിൻ്റെ ഒരു മോഡലാട്ടോ ഉണ്ടാക്കാൻ നോക്കുന്നത്. നടക്കുമല്ലോ എന്നറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു തണ്ടിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു രീതിയിൽ നമ്മുടെ ക്ലേ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ആ ഫ്ലവറിൻ്റെ ഏരിയയ്ക്ക് വേണ്ടി ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചെറിയൊരു ഹോളാക്കി അതിൻ്റെ മുകളൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും മഷ്റൂമായി. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ക്യാൻഡിലൊന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ അതിൻ്റെ ടോപ്പിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തു. പക്ഷേ ആ ഹോളിട്ട് അതൊന്ന് പരത്തി വന്നപ്പോഴത്തേനും ശരിക്കും താഴത്തെ മുകളത്തെ ഹോളും കൂടി അതൊന്ന് വിട്ടുപോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മോള് മാത്രം ഹോൾ കൊടുത്തിട്ട് താഴത്തൊരു ഏരിയ അങ്ങനെ പ്ലെയിൻ ആക്കി തന്നെ നിർത്തി. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ഒരു ഫീൽ വരാൻ വേണ്ടി അതിൻ്റെ ഇതളിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ വി ഷേപ്പിൽ ഇത്തിരി ഗ്യാപ്പ് ഇട്ട് ഫുള്ളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു പൂവിൻ്റെ അതൊക്കെ വന്നു. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ സ്റ്റെമ്മും ആ ഒരു ഫ്ലവറിൻ്റെ ഏരിയയും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ക്രാക്ക് പോലെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം കൂട്ടി അതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ജോയിൻറ്റ് ചെയ്ത സമയത്ത് കാണുന്ന ഇടയ്ക്കത്തെ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനും പിന്നെ നല്ലപോലെ ഒന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാനും വേണ്ടി നമ്മൾ എക്സ്ട്രാ കുറച്ച് മണ്ണും കൂടെ വെള്ളം കൂട്ടി ഇതുപോലെ ഒന്ന് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ച് ക്ലേ എടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തൂലേ, അതുപോലെ നല്ലപോലെ കയ്യിലൊന്നിട്ട് റൗണ്ട് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു കോല് വെച്ച് ഇതുപോലെ പരത്തി കൊടുക്കുക. എൻ്റെ കയ്യിൽ പഴയ ഒരു ചപ്പാത്തിയുടെ കോലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചാണ് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തത്. ഇത് അത്യാവശ്യം നല്ലൊരു കട്ടിയിലാവുന്ന പരത്തി എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട സൈസിലേക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാട്ടോ എടുക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വലിപ്പം തന്നെ എനിക്ക് കിട്ടിയായിരുന്നു ഈ ഒരു സൈസിലേക്ക് കട്ട് ചെയ്തെടുത്തപ്പോൾ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ എക്സ്ട്രാ വന്ന പീസൊക്കെ കളഞ്ഞു. ഇനി നമുക്ക് പോട്ടിൻ്റെ ബാക്കി ഭാഗം നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ നീളത്തിലൊന്ന് പരത്തിയെടുത്തിട്ട് അതിൻ്റെ എൻഡ് വരുന്ന ആ ഒരു ഏരിയ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ രണ്ട് സൈഡും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു സർക്കിൾ ഷേപ്പിലേക്ക് ഇതുപോലെ വട്ടത്തിൽ നമുക്ക് അതിൻ്റെ താഴത്തെ ഏരിയ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ പകുതി വരെയാണ് എനിക്ക് കിട്ടിയത്. ബാക്കി പകുതി കൂടി ഞാൻ ഒന്ന് ഒട്ടിച്ചത് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെ ക്രാക്കൊക്കെ ഉണ്ട്. പിന്നെ ശരിക്കുള്ള ഷേപ്പിലൊന്നും അല്ല കേട്ടോ കിട്ടിയത്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അത്ര പെർഫെക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിന് രണ്ട് കണ്ണും ഒരു വായും വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണ് വരയ്ക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ സേഫ്റ്റി പിന്നിൻ്റെ ബാക്ക് വെച്ച് ഞാൻ രണ്ട് ഹോൾ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ വാ വരച്ചത് ഒരു സ്മൈൽ ചെയ്തിരിക്കുന്ന രീതിയിലാട്ടോ. ഇനി നമുക്ക് ഇത് മാത്രം പോരാ, ഞാൻ രണ്ട് കൈയും കാലും കൂടി വെച്ച് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ശരിക്കും ഞാൻ ഇത് പിൻട്രസ്റ്റിൽ കണ്ട് റെഫർ ചെയ്താട്ടോ. അതിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ചെയ്തു വന്നപ്പോൾ അത്ര ഇല്ലെങ്കിലും നമുക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലെ രണ്ട് കൈ ക്ലേ വെച്ച് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ രണ്ട് കാലിങ്ങനെ താഴേക്ക് ഇട്ടിരിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ രണ്ട് ഐറ്റം ഒരു ദിവസം ഫുള്ള് വെച്ചൊന്ന് ട്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബേസ് കോട്ടിനായിട്ട് ഞാൻ ഇതുപോലെ വൈറ്റ് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ അതിൻ്റെ പുറമെ ഞാൻ ഇതുപോലെ ഇച്ചിരി പിങ്ക് കളറൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടും ഞാൻ പിങ്കായിട്ട് അടിച്ചു കൊടുത്തത്, വേറെ കളർ എടുക്കാനുള്ള മടി കൊണ്ടാണ്. പിന്നെ ഫ്ലവർ ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റെമ്മിന് വേണ്ടി ഗ്രീൻ കളറൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ നമ്മുടെ പിസ്തയുടെ ഷെല്ല് വെച്ചൊരു ചെടി പോലെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഒറിജിനൽ ക്യാൻഡിൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് സ്വിച്ച് എത്താൻ കത്തുന്ന ഒരു ക്യാൻഡിൽ ഞാൻ മുകളിൽ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. കൂടെ നിങ്ങളുടെ കമൻസ് ഷെയർ ചെയ്യാനും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.